ഹലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് പുതിയ ഒട്ടേറെ തൊഴിലവസരങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നിലവിലുള്ള ഒരുപാട് ജോലികളെ AI മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബാധിക്കുകയും ചെയ്യുമെന്ന് ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് AIയുടെ മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു മേഖലയെ കുറിച്ചാണ്. ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സെമി കണ്ടക്ടറും അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് എംബഡഡ് സിസ്റ്റം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖല എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മുന്നേറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ടും വളരെ ക്രിയാത്മകമായിട്ടും ഒരുപാട് മാറ്റങ്ങൾക്കാണ് കാരണമാകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന ചിപ്പിൻ പോലുള്ള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവുകൾ, അതുപോലെ തന്നെ ചിപ്പ് ടു സ്റ്റാർട്ടപ്പ് പോലുള്ള ചില പ്രത്യേകമായിട്ടുള്ള സ്കീമുകൾ, മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടും നാഷണൽ സെമി കണ്ടക്ടർ മിഷന്റെ ഭാഗമായിട്ടും ഒക്കെ നമ്മുടെ രാജ്യത്ത് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയിൽ നടക്കുന്ന പുതിയ മുന്നേറ്റങ്ങളൊക്കെ പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഒരുപാട് പുതിയ ജോലികളും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എഡ്യൂടെക്നീഷ്യ കൃത്യമായിട്ട് ഈ ഒരു മേഖലയിൽ പുതിയൊരു കോഴ്സ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എംബഡഡ് സിസ്റ്റത്തിലും ഇലക്ട്രോണിക്സിലും താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് 6 മാസത്തെ ഒരു ഫിനിഷിംഗ് പ്രോഗ്രാമാണ് എഡ്യൂടെക്നീഷ്യ ഓഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളൊക്കെ ബിടെക്കിന്റെ സമയത്തൊക്കെ പ്രൊജക്ട് ചെയ്യുന്ന വളരെ ടിപ്പിക്കലായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് ഓർഡിനോ പോലെയുള്ള ചെറിയ ബോർഡുകളിലുള്ള എംബഡഡ് ബോർഡുകളുള്ള പ്രൊജക്ടുകളൊക്കെ. എന്നാൽ ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ബോർഡുകളിൽ പലതും ഇന്ത്യ തന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സീഡാക് ബാങ്ക് തിരുവനന്തപുരം നിർമ്മിച്ചിട്ടുള്ള വേഗ എന്ന് പറയുന്ന അരീസ് V3 എന്ന് പറയുന്ന ഈ ഒരു ബോർഡ്, ഇത് വെച്ചിട്ട് നമുക്ക് ഓർഡിനോനേക്കാളും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് IoT ഡിവൈസുകളും പുതിയ ഹാർഡ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യാവുന്ന സംഗതിയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ നമ്മൾ ഓർഡിനോയിലൊക്കെ കാണുന്ന വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു 16 മെഗാഹെർട്സിന്റെ ഒക്കെ പ്രൊസസറുകൾക്ക് പകരം വളരെ പവർഫുൾ ആയിട്ടുള്ള 100 മെഗാഹെർട്സ് വരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന തേജസ് എന്ന് പറയുന്ന 32-bit മൈക്രോ കൺട്രോളറാണ്. ഇത് മാത്രമല്ല വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന റാസ്ബെറി പൈ പോലെയുള്ള ഡിഫറന്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ബോർഡുകളുണ്ട്. ജെറ്റ്സൺ നാനോ പോലുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോർഡ് കാര്യങ്ങളുണ്ട്. വളരെ ചെറിയ IoT പ്രൊജക്ടുകൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ESP232 ഒക്കെ പോലുള്ള വളരെ ചെറിയ മൈക്രോ കൺട്രോളർ ബോർഡുകളുണ്ട്. ഇത് മാത്രമല്ല AI മോഡലുകളൊക്കെ വളരെ ക്രിയാത്മകമായിട്ട് ഹാർഡ്വെയറിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോറൽ പോലുള്ള ഗൂഗിളിന്റെ കോറൽ പോലുള്ള ആക്സലറേറ്ററുകളുണ്ട്. അപ്പൊ ഇത്തരം എംബഡഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസർച്ചുകളും ഒരുപാട് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ടുകളും നമ്മുടെ രാജ്യത്ത് പല കോളേജുകളിലും പല ഗവേഷണ കേന്ദ്രങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം 3 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങളാണ് വരുന്ന 4-5 വർഷങ്ങൾ കൊണ്ട് ഇലക്ട്രോണിക്സ് മേഖലയിലുണ്ട് വളർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായി എഡ്യൂടെക്നീഷ്യ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 6 മാസത്തെ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് എംബഡഡ് സിസ്റ്റത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഒരു ഫിനിഷിംഗ് സ്കൂൾ ഞങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയുള്ള 6 മാസം ഇലക്ട്രോണിക്സിലെയും എംബഡഡ് സിസ്റ്റത്തിലെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാം. ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യുന്നത് മുതൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് വരെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. പല ഇൻഡസ്ട്രികളിലും പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ മാനുഫാക്ചർ ചെയ്യുന്ന സെമി കണ്ടക്ടറിൽ ഡിസൈനും വെരിഫിക്കേഷനും ടെസ്റ്റിംഗ് ഒക്കെ നടത്താൻ പല ഇൻഡസ്ട്രികളിലേക്കും ഇന്റേൺഷിപ്പിനും ജോലിക്കുമുള്ള അവസരങ്ങൾക്കുള്ള എൻട്രീസ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു അവസരം കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന മൊബൈൽ നമ്പർ കോൺടാക്ട് ചെയ്യുക.